യുജിസി നെറ്റ് പരീക്ഷ കേന്ദ്ര സർക്കാർ റദ്ദാക്കി. സിബിഐ റിപ്പോർട്ടിനെ തുടർന്നാണ് പരീക്ഷ റദ്ദാക്കിയത്. ഇന്നലെ 2 ഘട്ടങ്ങളിലായി നടന്ന പരീക്ഷയാണ് റദ്ദാക്കിയത്. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, എന്താണ് പരീക്ഷ റദ്ദാക്കാൻ കാരണം? ഇപ്പോൾ ജൂൺ 19 നടന്ന യുജിസിയുടെ നെറ്റ് പരീക്ഷയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സൈബർ അന്വേഷണത്തിൽ തന്നെ നിരവധി ക്രമക്കേടുകൾ ഈ പരീക്ഷയിൽ കണ്ടെത്തിയിരുന്നു. അതേ തുടർന്നാണ് പരീക്ഷ തന്നെ റദ്ദാക്കാനുള്ള തീരുമാനമുണ്ടായത്. കാര്യം നേരത്തെ ഈ നിരവധി ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള നിരവധി സാഹചര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വളരെ കൃത്യതയോടുകൂടിയും ഷാർപ്പുമായി നടക്കുന്ന ഒരു പരീക്ഷ കൂടി ഒരു അവതാളത്തിലായിരിക്കുന്നു എന്നുള്ള സൈബർ ക്രൈമിന്റെ കൃത്യമായ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സുതാര്യത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു റദ്ദാക്കലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണ്, ഈ ക്രമക്കേട് നടത്തിയവർ ആരാണ് എന്നുള്ളൊരു കാര്യം കൃത്യമായ അന്വേഷണത്തിലൂടെ സിബിഐ തന്നെ കണ്ടുപിടിക്കും. പക്ഷേ ഈ പരീക്ഷ ഒരു വർഷത്തിൽ 2 തവണ നടത്തുന്നതിൽ യുജിസി അധ്യാപക യോഗ്യത ഉൾപ്പെടെയുള്ള അധ്യാപക യോഗ്യത കൃത്യമായി പരിശോധിക്കുന്ന ഈ പരീക്ഷയിൽ ക്രമക്കേട് അംഗീകരിക്കാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് സുതാര്യത മുൻനിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രാലയം പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നത്. യെസ് ധനസുമോദ്, ഈ പരീക്ഷ വീണ്ടും എന്ന് നടത്തും എന്നതിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ? ഇപ്പോൾ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഇത് പരീക്ഷ പ്രത്യേകം നടത്തും എന്ന് തന്നെ ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ഇത് എന്നായിരിക്കും ഇതിന്റെ ഒരു ഷെഡ്യൂൾ വരുന്നത്, പരീക്ഷയുടെ ടൈം ടേബിൾ എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകം ഇറക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിരവധി പ്രശ്നങ്ങൾ, നിരവധി സാമൂഹ്യ മാധ്യമങ്ങളോട് തന്നെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ഇതിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഇപ്പോൾ അടിയന്തരമായി ഈ പരീക്ഷ റദ്ദാക്കി എന്നുള്ള വിവരം മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, പരീക്ഷ ഉടനടി നടത്തും എന്നുള്ളൊരു കാര്യം കൂടി ഉറപ്പ് തരുന്നുണ്ട്. പക്ഷെ എന്നാണെന്നുള്ള കാര്യം പിന്നീട് അറിയിക്കും എന്നാണ്, അത് സെപ്പറേറ്റ് തന്നെ ഒരു ഷെഡ്യൂൾ പ്രഖ്യാപിച്ച് അറിയിക്കുമെന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. യെസ് ധനസുമോദ്, എന്തൊക്കെ ക്രമക്കേടുകളാണ് ഈ സിബിഐ കണ്ടെത്തിയിരിക്കുന്നത്? സിബിഐ നിരവധി ക്രമക്കേടുകളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറും നിരവധി പരീക്ഷാ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ ക്രമക്കേട് ഉയർന്നതിന് കൂടാതെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ തന്നെ നേരിട്ട് ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേടുകളുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഈ പരീക്ഷ റദ്ദാക്കാൻ തന്നെ മന്ത്രാലയം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. യെസ്, അതായത് ധനസുമോദ്, ഈ നീറ്റിനെതിരെ വലിയ ക്രമക്കേട് ആരോപണങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഹർജിയൊക്കെ കോടതി പരിഗണിക്കാനിരിക്കുന്നതേയുള്ളൂ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നെറ്റ് പരീക്ഷയിലും ക്രമക്കേട് ആരോപണം ഉയർന്നതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കുന്നത്, അല്ലേ? ഇപ്പോൾ നെറ്റ് പരീക്ഷ മാത്രമല്ല, നിരവധി രാജ്യത്തെ വിവിധ പരീക്ഷകൾ ബീഹാറിലും ഉത്തർപ്രദേശിലും ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നിരവധി കംപ്ലൈന്റുകളുണ്ട്. ഈ നെറ്റ് പരീക്ഷയുടെ തന്നെ ചോദ്യപേപ്പർ നേരത്തെ ചോർന്നു എന്നുള്ള ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് സുതാര്യത ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകം. കാര്യം ഇന്ന് നീറ്റ് പരീക്ഷ ഇതിനകം തന്നെ റദ്ദാക്കണം, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം തുടങ്ങിയ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വസതിയിലേക്കും അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കും മാർച്ച് നടത്തിയിരുന്നു. ആം ആദ്മി പാർട്ടിയും ഇടത് സംഘടനകളായ ഐസ ഉൾപ്പെടെയുള്ളതായിരുന്നു നേരത്തെ മാർച്ച് നടത്തിയിരുന്നത്. മാത്രമല്ല, സുപ്രീം കോടതി നാളെ കേസ് പരിഗണിക്കും എന്നുള്ള കാര്യം തന്നെ പറഞ്ഞിരുന്നു. സാധാരണ ഒരു കേസ് പരിഗണിച്ചാൽ ഒരു മാറ്റിവെച്ചു കഴിഞ്ഞാൽ 8-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സാധാരണ കേസുകൾ പരിഗണിക്കാറില്ല. പക്ഷെ ഇത് അവധിക്കാല ബെഞ്ച് ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ കേസുകൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നേരത്തെ സുപ്രീം കോടതി കേസ് പരിഗണിച്ചപ്പോൾ തന്നെ ചൂണ്ടിക്കാട്ടിയത് 0.001 ക്രമക്കേടാണെങ്കിൽ പോലും അത് തെറ്റായി തന്നെ അംഗീകരിക്കുകയും തിരുത്താനുള്ള നടപടി ഉണ്ടാകുകയും ചെയ്യണമെന്ന ഒരു ശക്തമായ ഒരു നിർദ്ദേശം തന്നെയായിരുന്നു കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ഇപ്പോൾ ഈ മത്സര പരീക്ഷകൾ വളരെ കൃത്യതയോടുകൂടി നടത്താനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ആദ്യം ചെയ്ത തിരുത്തൽ തന്നെയാണ്, അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നെറ്റ് പരീക്ഷയിൽ റദ്ദാക്കൽ നടന്നിരിക്കുന്നത്. യെസ്, യുജിസി നെറ്റ് പരീക്ഷ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരിക്കുകയാണ്. ഇന്നലെ 2 ഘട്ടങ്ങളായി നടന്ന പരീക്ഷയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സുരക്ഷാ വിഭാഗം പരീക്ഷ നടത്തിയതിൽ വലിയ ക്രമക്കേട് കണ്ടെത്തിയിരുന്നപ്പോൾ ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നെറ്റ് പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നത്. വിവരങ്ങളാണ് ഡി ധനസുമോദ് നൽകിയത്.